എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുപയർ കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ഗ്ലാസും ഒരേ അളവാണ്. അതിൽ അര ഗ്ലാസ് വരുന്ന പോലെ പുഴുങ്ങലരി, പച്ചരി വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. പിന്നെ 3/4 ഗ്ലാസ് വരുന്ന പോലെ ചെറുപയറും കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുപയർ ഞാൻ 6 മുതൽ 7 മണിക്കൂർ വരെ കുതിർക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അരി നമ്മൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചാൽ മതിയോ. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിയും ചെറുപയറും ചേർത്തിട്ട് 1 ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിന് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വെന്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയാൽ മതിയാവും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. സ്റ്റീം പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുക. വേവ് പാകത്തിനായിട്ടുണ്ട്. അതേപോലെ നമ്മൾ വെച്ചിരുന്ന വെള്ളവും കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്തിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുത്താൽ നമ്മളുടെ ചെറുപയർ കഞ്ഞി റെഡി. ഈ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഞാൻ അരി കുറവും ചെറുപയർ കൂടുതലുമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇത് രണ്ടും സമാസമായിട്ടും എടുക്കാം, അതല്ല അരി കൂടുതലും ചെറുപയർ കുറവായിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.